അപ്പം ഞങ്ങൾ പണി തുടങ്ങുകയാണ്. നമ്മൾ 2 വണ്ടിയുണ്ട്, പജേറയുണ്ട്, താറുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ ഒരു യാത്രയിലാണ്. മാമലക്കണ്ടം ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അല്ലെ മാമലക്കണ്ടം. പക്ഷെ മാമലക്കണ്ടത്ത് നിങ്ങൾ കണ്ടതൊന്നുമല്ല, കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് മൺസൂൺ കാലത്ത് നമ്മളുണ്ടല്ലോ, ഈ മഴക്കാലത്ത് വേനൽക്കാലത്ത് പോയ സ്ഥലങ്ങളിൽ മഴക്കാലത്ത് പോകണം എന്നാണ് പറയാ. അതുപോലെ മഴക്കാലത്ത് മാത്രം പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ വേനൽക്കാലത്തും പോകണം. ഇപ്പൊ കേരളത്തില് മൺസൂൺ കാലാണ്, മഴക്കാലാണ്. ഈ മഴക്കാലത്ത് നമുക്ക് ആസ്വദിച്ചിട്ട് നമ്മളെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും ഒറ്റയ്ക്ക് സോളോ ട്രാവലിംഗ് ആണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ അങ്ങനെ നമുക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ് മാമലക്കണ്ടത്ത്. ആ സ്കൂളും അതിന്റെ മുകളിൽ കൂടി വരുന്ന വെള്ളച്ചാട്ടമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അത് കൂടാതെ മാമലക്കണ്ടത്ത് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ഹിഡൻ ആയിട്ടുള്ള ട്രഷേഴ്സ് ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഇത്. കണ്ട ചെറിയ കുഞ്ഞു കുഞ്ഞു ഓഫ് റോഡുകളൊക്കെ ഉണ്ടാവും. ഇതുപോലെ ഈ മഹീന്ദ്ര പോലുള്ള മഹീന്ദ്ര താർ എല്ലാ വഴിയിലൂടെയും നല്ല സുഖമായിട്ട് പോകുന്നുണ്ട്. എല്ലാ റോഡുകളിലും ഈസി ആയിട്ട് കയറി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വണ്ടികൾ ഈ വഴിയിലൂടെ ചൂസ് ചെയ്താൽ നല്ലതായിരിക്കും. കണ്ട കാടിലെ ഊടുവഴികളിലൂടെ ഇടവഴികളിലൂടെ ഒരു യാത്ര. നല്ല തണുപ്പുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇപ്പോ അത്യാവശ്യം ചൂടും മഴയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ ചൂടിനൊട്ടും കുറവില്ലാത്തൊരു അവസ്ഥയിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നല്ലൊരു സുഖമാണ്. നല്ല തണുപ്പത്ത് കൂടി പോകുന്നൊരു ഫീല്. കണ്ട ആഷിക്ക് ഇഷ്ടപ്പെട്ടോ യാത്ര? യാത്ര നല്ല രസമല്ലേ? നല്ല പച്ചപ്പൊക്കെ ഇല്ലേ? ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു കോടമഞ്ഞ്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മള് പോകുന്നത്, ഇപ്പൊ നമ്മളൊരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്, അങ്ങോട്ടേക്കാണ് നമ്മള് പോകുന്നത് അല്ലേ. മൊത്തം മഞ്ഞ് പിടിച്ച് കിടക്കുന്നു രാവിലെ വെളുപ്പിനെ എണീച്ചപ്പോ. എന്നിട്ട് പിന്നെ കുറച്ച് ചാച്ചനും മഴയൊക്കെ വന്ന് പിന്നെ അതൊക്കെ സ്റ്റോപ്പായി. ചെമ്പരത്തികളൊക്കെ ഉണ്ട് സൈഡില്, ചെമ്പരത്തികളുണ്ട്. എവിടെ പോയാലും ഒരു ചെമ്പരത്തിനെങ്കിലും നമ്മൾക്ക് കാണാൻ പറ്റും അല്ലേ. ചെമ്പരത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയാണ്. നെറ്റ് കുട്ടും ഇങ്ങോട്ട് എടുക്കണ്ട. ചെറിയ വഴികൾ ശ്രദ്ധിച്ച് പോകേണ്ട സ്ഥലമാണ്. പക്ഷെ കുറെ ശ്രദ്ധിച്ച് പോയി ബുദ്ധിമുട്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് എവിടെയായിരിക്കും? നമ്മളെ ആഷി, നമ്മളൊരു യാത്ര എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മള് ആ എത്തുന്ന സ്ഥലമല്ല ഏറ്റവും ഇമ്പോർട്ടന്റ്, ആ എത്തുന്ന വഴികളുണ്ടല്ലോ, ആ വഴികൾ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റണം. യെസ്, അതാണ് നമുക്ക് ആ യാത്രയിൽ കാണുന്ന ഓരോ സംഭവങ്ങള്, ഓരോ കാഴ്ചകൾ, ഓരോ മനുഷ്യര്, നമ്മുടെ ഫ്രണ്ട്സ്, ഇതെല്ലാം ചേരുന്നതാണ് ഒരു യാത്ര. ഇവിടെ ചെറിയൊരു ഇടുക്കൊണ്ട് പക്ഷെ നമുക്ക് കയറി പോവാം. യാത്രയിൽ എപ്പോഴും നമ്മളെ സഹായിക്കാൻ വേണ്ടിട്ട് ഒരുപാട് മനുഷ്യരുണ്ടാവും. അതിൽ കൂട്ടത്തിൽ ഒരാളാണ് ബാബോട്ടൻ. ബാബോട്ടൻ മനാഫാണ് ആ മുന്നിൽ കൂടി പോകുന്നത്. അബീനെയാണ് നമ്മൾ കാണുന്നത്. അബിയാണ് വാഹനത്തിന് ഓരോ സൈഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഓഫ് റോഡിന് പറ്റിയ വണ്ടിയാണ് ഇത്. ഈ താർ ഓഫ് റോഡിന് പറ്റിയ വണ്ടിയാണ്. ഇപ്പൊ താറിന്റെ ഒരു ഇതും കൂടി പറയാലോ, നമുക്ക് എക്സ്പീരിയൻസും കൂടി പറയാം അല്ലെ. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ മലയിലേക്കും കുന്നിലേക്കും വരുമ്പോ കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പെർഫോമൻസ് പോലെ. കണ്ടോ പച്ചേറൊക്കെ എടുക്കുന്നുണ്ടോ? ലെജൻഡറി. അപ്പോ
താറിന്റെ ഒരു യാത്ര നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു അടിപൊളി യാത്രയായിരുന്നു അല്ലേ ആശി? അടിപൊളി യാത്ര. അതുപോലെ നമ്മൾ വിചാരിക്കും താറ് എപ്പോഴും 4x4 അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളൊക്കെ ഈ കുന്നും മലയും മാത്രമേ പറ്റുള്ളൂ. അതല്ല, നമ്മൾ ശരിക്കും നമ്മളുടെ ഓൺ റോഡിലും ഏറ്റവും നല്ല പെർഫോമൻസ് ആണ് താറ്. അപ്പൊ നമുക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് ഞങ്ങള് ഇതാണ് അബി. അബി ഹായ്, എങ്ങനെയുണ്ട് മാമലക്കണ്ടം? ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ടോ? പിന്നെ അടിപൊളിയല്ലേ, താറക്കണു, കുഴപ്പമൊന്നുമില്ല. വരാൻ എല്ലാ വണ്ടിക്കും വരാൻ പറ്റുന്നു? ഓ തീർച്ചയായും സൂപ്പർ ആയിട്ട് എല്ലാ വണ്ടിക്കും വരാൻ പറ്റും. താറ് വരുന്ന കണ്ടില്ല, എന്താ ഒരു അഭിപ്രായം? സൂപ്പർ. താറിനേക്കാളും പജീറോ മാർക്ക് കൊടുക്കുന്നുണ്ടോ പജീറോക്ക്? എന്നാലും ഇതാണ് അബി. ഈ മാമലക്കണ്ടത്ത് വരുന്നവര് അബിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. അതാണ് ഗൈസ്. ഞാൻ നല്ലൊരു കാഴ്ച കാണിച്ചതാ മാമലക്കണ്ടത്തോ. അവിടെ ചെന്ന് ചേരും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കണ്ടാൽ മതിയല്ലോ ഒരു കാഴ്ച. നമ്മളിപ്പോ വാട്ടർഫോളിലാണ് ഗൈസ്. ഇവിടെ എല്ലാം ഉണ്ടാണ് ഗൈസ്, പറയാൻ പറ്റൂല. ഒരുപാട് കാലമായിട്ട് കേൾക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ് അല്ലേ മാമലക്കണ്ടം. ഒരുപാട് പേര് ഇതിനകം തന്നെ മാമലക്കണ്ടം പോയിട്ടുണ്ടാവും. പക്ഷെ പോവാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ മാമലക്കണ്ടം പോകുന്നു. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇത് അധികം ആരും വരാത്തൊരു സ്ഥലം കേട്ടോ മാമലക്കണ്ടം. സ്കൂളും അതിന്റെ മേലെ കൂടി പോകുന്നൊരു വെള്ളച്ചാട്ടമൊക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവും അല്ലെ? പക്ഷെ ഇത് അവിടെ നിന്ന് കുറച്ച് മാറിക്കഴിഞ്ഞാല് ഉള്ളൊരു വലിയ വെള്ളച്ചാട്ടം, പിന്നെ അരുവി, അതൊക്കെ ഉള്ള സ്ഥലം. എന്താ ഇത് രസമല്ലേ? ഓക്കെ, ഇനിയിപ്പോ ഒന്നും കൂടി മഴ പെയ്ത് തുടങ്ങുമ്പോണ്ടല്ലോ ഈ അരുവികളുടെ ശക്തി കൂടും, വെള്ളച്ചാട്ടത്തിന്റെ ശക്തി കൂടും. കാരണം നല്ല ഭംഗിയുള്ള സ്ഥലമായിട്ട് ഇത് മാറും. ഇടയ്ക്കെങ്കിലും ഇങ്ങനത്തെ സ്ഥലത്തേക്ക് വരണം. കുറെ സമയം ഇരുന്നു ഇതിന്റെ സൈഡിലിരുന്ന് പുഴയുടെ ഭംഗി ആസ്വദിച്ചു വെള്ളപ്പൊക്കം കണ്ട്. വെള്ളപ്പൊക്കമല്ലല്ലോ, വെള്ളച്ചാട്ടം. വെള്ളപ്പൊക്കം വേണ്ട, നമുക്ക് വെള്ളച്ചാട്ടം മതി അല്ലേ? വെള്ളച്ചാട്ടമൊക്കെ കണ്ട്. പക്ഷെ നടക്കുമ്പോ ഉണ്ടല്ലോ നല്ല ഗ്രിപ്പുള്ള ഷൂസ് ഇട്ടിട്ട് വന്നാൽ നല്ലത്. ചെരുപ്പിട്ട് കഴിഞ്ഞാലേ ചിലർക്ക് തെന്നലുണ്ടാവും. പ്രത്യേകിച്ച് മഴക്കാലം വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ തെന്നല് കൂടുതൽ. നമുക്ക് ചെറിയൊരു ഓഫ് റോഡ് ഡ്രൈവ് കിട്ടും. പിന്നെ വെള്ളച്ചാട്ടം കാണാം, അരുവികൾ കാണാം. വലിയ ആഴം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നീന്താം, കുട്ടികളെയും കൊണ്ട് പോവാം. വേറെ സമയം എങ്ങനെ ഇരിക്കാം അതിന്റെ കരയിൽ. നിങ്ങൾ നടക്കും ശ്രദ്ധിച്ചു പോയ കുഞ്ഞു കുഞ്ഞു പ്രാണികളെയും
ഇതുവരെ കാണാത്ത കുറെ ജീവികളെ പിന്നെ പൂമ്പാറ്റകളെ എല്ലാം കാണാം. ശരിക്കും ഇത് ആന ഇറങ്ങുന്ന സ്ഥലമായിട്ടാണ്. അതാണ് ആനപ്പിണ്ടൊക്കെ നമ്മൾ നേരത്തെ കണ്ട ആന ഇറങ്ങുന്ന സ്ഥലമാണ്. കുറച്ച് ദിവസം മുമ്പ് ആന തന്നെ പോയിട്ടുണ്ട്. ഇതാണ് മാമലക്കണ്ടം.